ഇപ്പൊ ഒരു 3-3.5 മണിക്കൂർ കൂടുതലായിട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടാറ്റു അടിക്കാമെന്ന് വെച്ചാണ്. ഇന്ന് കാലടിയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് VIP കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ഗോത്ര ടാറ്റു എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പിലാണ്, 2nd ഫ്ലോറിലാണ് ഇത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ ശ്രീരാജാണ് ഇത് ചെയ്തു തരുന്നത് കേട്ടോ. ശ്രീരാജിനെയാണ് ഞാൻ കോൺടാക്റ്റ് ചെയ്തത്. ശ്രീരാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ പരിചയപ്പെട്ടത്. ഇപ്പോൾ ശ്രീരാജ് ഇത് എൻ്റെ അളവെടുക്കാൻ പുറത്തേക്കാണ്, കുറച്ച് ഇറങ്ങിയേക്കാണല്ലോ, ടോപ്പിലേക്കാണ്. നമ്മൾ സാധനം കഴിച്ചിട്ട് കാണാണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഒരു ഡിസൈൻ കൊടുത്തു. ആ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ അത് ശ്രീരാജ് ശരിക്കും കസ്റ്റമൈസ് ചെയ്ത് തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നല്ലോണം വരച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതുവരേക്കും ഞാനൊന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും പുള്ളിയെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കസ്റ്റം ഡിസൈനാണ് ഈ കാണുന്നത്. കസ്റ്റമൈസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വരച്ച്. അപ്പോൾ അതിന് കുറച്ച് ചെറുതാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സൈസ് മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശ്രീരാജ് എന്നെ സജസ്റ്റ് ചെയ്ത് ഒരുപാട് ചെറുതായി പോയി കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. ആ കസ്റ്റമൈസ്ഡ് ഡിസൈൻ ശരിക്കും ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കും. പ്രിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റിക്കർ മാതിരിയാണ്. ഇതാണ് ആ സ്റ്റിക്കർ കേട്ടോ. ഇത് നമ്മുടെ എവിടെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് സ്റ്റിക്ക് ചെയ്ത് തരും നല്ലോണം. അപ്പോൾ നമുക്കത് സ്റ്റിക്ക് ചെയ്യണത് ഇതുണ്ടോ, നമ്മുടെ ഏരിയ ശരിക്കും പറഞ്ഞാൽ ഷേവ് ചെയ്ത് കളയണം. ഷേവ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഒരു രോമം പോലും പാടില്ല. അത് കഴിഞ്ഞിട്ടാണ് നമുക്കവിടെ സ്റ്റിക്ക് ചെയ്യുന്നത്. ഒട്ടും ഇത് രോമം പാടില്ല അല്ലേ? ക്ലീൻ ആയിരിക്കണം. ഓക്കെ. ചെയ്തോടത്ത് വീണ്ടും അത് ഉണ്ടാവോ? രോമം വളരെ വീണ്ടും അത് വരും. ഇത് ഇവിടെ ലൈറ്റ് അല്ല, റീല വിട്ടൊന്നും ഭയങ്കര ചെറുതായിരിക്കും. നമുക്ക് ടാറ്റു ചെയ്യുന്ന സമയത്ത് നീഡിലെ അകത്തേക്ക് കയറി ഇറങ്ങുന്നതല്ലേ, അത്ര ഭാഗം ക്ലീൻ ആയിരിക്കണം. പിന്നീട് വന്നാൽ കുഴപ്പമില്ല. ഓവറായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ടാറ്റു വിസിബിൾ ആവാൻ കുറച്ച് പാടായിരിക്കും. ഒരുപാട് രോമമുള്ളവരുണ്ട്. അതെന്ത് ചെയ്യും? അവര് ഇടയ്ക്ക് ട്രിം ചെയ്ത് കൊടുക്കേണ്ടി വരും. വേറെ ഓപ്ഷൻ ഇല്ല. സ്റ്റെൻസിൽ ക്രീം ഒട്ടിക്കാൻ പറ്റും. ശരിക്കും മറ്റേ മരയിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ഇത് നോർമലി PAC ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ളൂ. ടാറ്റു ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലർക്കൊന്ന് പറഞ്ഞ് ഒരു ആശ്വാസമാകാൻ വേണ്ടി പറയും. കുറച്ച് കുറേയൊക്കെ നമ്മുടെ മൈൻഡിലുള്ള അപ്പോൾ ഒരു തേക്കണ്ടല്ലോ, 10 രൂപ ഉണ്ടാവില്ലല്ലോ. ഇത് നമ്മുടെ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റു ചെയ്യാൻ നേരത്ത് ചെയ്യുന്നത്. ഇത് ശരിക്കും അത് സ്കിന്നിലേക്ക് ഒരു ഇത് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് അത് ശരിക്കും പറഞ്ഞാൽ അതിനെ ട്രേസ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റേതായ കഴിവാണ് കേട്ടോ അത് ചെയ്തെടുക്കുക നല്ല രീതിയിൽ. ഇതൊരു കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ ഒരുപാട് പണിയുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4 hourൻ്റെ അടുത്ത് 3 hour എന്നോട് പറഞ്ഞു. 4 hour ആകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമ്മളതിൻ്റെ സ്റ്റിക്കർ പറിക്കാൻ പോകാൻ കേട്ടോ. ഇത് അടിപൊളിയായിട്ട് എല്ലാം നല്ലോണം കണ്ടോ, അതങ്ങനെ തന്നെ ട്രേസ് ചെയ്യാൻ പാകത്തിന് നല്ല ക്ലീനായിട്ട് നമുക്ക് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫുള്ളായിട്ട് നല്ല കണ്ടോ. ഈ ഇതിൽ കൂടെയാണ് ഇനി ചെയ്തെടുക്കുന്നത്. അതിന് ഒരു കസ്റ്റമൈസേഷൻ ഇനി ഉണ്ടാവും. ഈ ഒരു ഫേസാണ് വരാൻ പോകുന്നത്. നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സ്റ്റിക്കർ കഴിഞ്ഞോളൂ. ഇനി ഇത് ചെയ്യാൻ പോവാണ്. നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ TV ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് നീഡിലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നീഡിലെ സാധനങ്ങൾ, കുറേ സാധനങ്ങളുണ്ട്. പിന്നെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ബ്ലഡ് എന്തെങ്കിലും ചാടി കഴിഞ്ഞാലും അത് കവർ ചെയ്ത് ചെയ്യണ്ടോ. പ്ലാസ്റ്റിക് ഇതിൽ റാപ്പ് ചെയ്ത് വെച്ച് കാണാം എല്ലാ സാധനം, സീറ്റൊക്കെ. അപ്പോൾ നല്ല ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടോ. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിക്കോട്ടെ. എക്സ്പയറി ഡേറ്റ് 2028. അതിന് എക്സ്പയറി ഒക്കെ ഉണ്ടല്ലോ.
ഓൾമോസ്റ്റ് നോർമലി അധികം ആർക്കാണ് അറിയില്ല. ഓ ഓക്കെ. നമ്മളെവിടെയും ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരോട് ജസ്റ്റ് ചോദിക്കണം, എക്സ്പയറി ഡേറ്റ് നീഡിൽ എക്സ്പയറി ഡേറ്റ് ഒന്ന് കാണിക്കാൻ പറയണം ശരിക്കും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ കാണിക്കില്ലായിരിക്കും. നമുക്ക് അങ്ങനെയാണ് നീഡിൽ പുതിയതാണോ എന്ന് അറിയാനുള്ളൊരു വഴിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ ടാറ്റു ചെയ്യണം എന്നുള്ളത്. ഷോൾഡർ ആമിൽ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോത്ര, ഇവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലടി സംസ്കൃത സർവകലാശാല ഉണ്ട്, അതിന് ഓപ്പോസിറ്റ് VIP ബിൽഡിംഗ് ഉണ്ട്, അല്ല VIP ഷോപ്പ്, അതിലാണ് ഈ ഗോത്ര. അപ്പോൾ ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 മാസമായി അല്ലേ? 2 മാസമായി. അപ്പോൾ ഞാനിവിടെ വന്ന് കണ്ടു, എല്ലാ കാര്യങ്ങളും നല്ല ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത്. ശരി, കോൺടാക്ട് ചെയ്ത് Instagram വഴിയാണ്. Instagramൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. പെയിനുണ്ടോ? കുഴപ്പമില്ല, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് സൂചി കയറാറുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. നോർമലായിട്ട് ബ്ലഡ് എടുക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് താഴേക്ക് ഇറക്കി. ഇത് നമ്മൾ സ്കിന്നിന് കുറച്ച് ലെയേഴ്സ് ഉണ്ട്, അതിൽ സെക്കൻഡ് ലെയറിലേക്കാണ് ഇങ്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇത് താഴേക്ക് പോകുന്നില്ല. ഓക്കെ, എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നണില്ല കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ അറിയില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളല്ലേ? ഈ ഭാഗത്തേക്ക് ചെയ്യാതിരുന്നത്. അതെ. ഇപ്പം ഇതിൻ്റെ ഈ സ്റ്റിക്കർ എന്നല്ലേ പറഞ്ഞത്? എന്താണ് സ്റ്റെൻസിൽ? ഓക്കെ, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പം ഇതിലൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ നീഡിലല്ലേ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴും നിങ്ങൾ എവിടെ പോയാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് അതിൽ എല്ലാത്തിലും ഉണ്ടാവും അല്ലേ? നോർമലി എല്ലാ സ്റ്റുഡിയോസിലും ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യണത് നല്ലതാണ്. നമുക്ക് അങ്ങനെയാണ് നീഡിൽ പുതിയതാണോ എന്ന് അറിയാനുള്ളൊരു വഴി. ഓക്കെ, ചെറിയൊരു ഉറുമ്പടിക്കണ മാതിരത്തെ ഒരു പെയിനുള്ളൂ എനിക്ക് ഫീൽ ചെയ്യണം. ഇനിയിപ്പോൾ എല്ലാ ഡിപ്പെൻസ് ഓൺ സ്കിന്നാണ്, എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് ഇച്ചിരി പെയിൻ കൂടുതൽ തോന്നും. ഓക്കെ, പിന്നെ നമുക്കിവിടെ ബാൻഡേജ് വേദന എടുക്കുകയാണെങ്കിൽ നമുക്ക് TV വെച്ച് കാണാം. ഇത് എത്ര മണിക്കൂർ ഏകദേശം എടുക്കും ഇത് ചെയ്യാനാണ്? ഇതൊരു മിനിമം ശരിക്കും 3 hour ആണ് മിനിമം. അതിന് കൂടിയാലുള്ളൂ. നമുക്ക് ഇതിൻ്റെ സ്കിന്നിൽ എങ്ങനെയാണ് ഇങ്ക് ആഡ് ആവുന്നത് ഇതെല്ലാം നോക്കണം. അതാണ് ഇപ്പോൾ ഒരു ആവറേജ് ടൈമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിലൊരു കളറിങ് ഇതും ഉണ്ടല്ലോ, ലൈറ്റ് ഷെയ്ഡ് ഇതുണ്ട്. ഇത് വരച്ചെടുത്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒറിജിനൽ പിക്ചറിൽ നമുക്ക് കറക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്യണമല്ല, നമ്മൾ ഇതിപ്പോൾ ഈ വരച്ചെടുക്കുന്നത് സ്റ്റെൻസിലാണ്. ഓക്കെ, പിന്നെ കുറച്ച് നമ്മൾ കസ്റ്റം ചെയ്തതുണ്ട്. നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റിയതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിലേക്ക് എടുക്കുമ്പോൾ കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. അപ്പം അതിനനുസരിച്ച് കുറേ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബേസ് സ്റ്റെൻസിൽ കിട്ടാൻ വേണ്ടിയാണ് കുറേ വരയ്ക്കണത്. അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ എക്സാക്ട് പിക്ചർ ഏതാണോ അത് നോക്കിയിട്ടുണ്ട് അപ്പോഴാണ് ഡീറ്റെയിലിങ് കിട്ടുള്ളൂ. ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തതും അല്ലാണ്ട് നമ്മൾ ഡിസൈൻ വരച്ച് കൊടുക്കുകയും ചെയ്യും അല്ലേ? ഏത് വേണം, പുതിയ സ്റ്റൈൽ വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ. കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസെപ്റ്റിനനുസരിച്ച് വർക്ക് ചെയ്യും. ടാറ്റു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും. എല്ലാവരും പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, കസ്റ്റമർ കിട്ടുന്നൊരു ഫീഡ്ബാക്ക്. ഈ ഇങ്കിൻ്റെ പ്രത്യേകത എന്താ ശരിക്കും? ഇങ്കിൻ്റെ പ്രത്യേകത ഇത് ഉള്ളിലേക്ക് ഇതിലേക്ക് ചെല്ലുമ്പോൾ സ്കിന്നിലേക്ക് ചെല്ലുമ്പോൾ ഇത് ഇത് നമ്മൾ ഇതിപ്പോൾ സ്കിന്നിൽ ഓരോ സെൽസ് അല്ലേ, നമ്മൾ ഇത് ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് സെക്കൻഡ് ലെയറിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ലെയറിലെ സെൽസ് ഈ ഇങ്ക് കുടിക്കുക ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അവിടെ ഇങ്ക് ഫില്ലായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന സമയത്തുള്ള ഫസ്റ്റ് ലെയർ സ്കിന്ന് നമ്മൾ ഡാമേജ് ആക്കുന്നുണ്ട്. ആ ഡാമേജ് ആക്കിയിട്ടാണ് സെക്കൻഡ് ലെയറിലേക്ക് ഇങ്ക് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഹീലിംഗ് പ്രോസസ്സിൽ ഈ ഫസ്റ്റ് ലെയർ സ്കിന്ന് പൊളിഞ്ഞു പോകും, പീൽ ഓഫ് ആവാന്ന് പറയും. പീൽ ഓഫ് ആവുന്ന സമയത്ത് സെക്കൻഡ് ലെയറിൽ ഇങ്ക് എടുക്കും, ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് പൊളിഞ്ഞു പോകും. അത് കഴിഞ്ഞ് റിക്കവർ അതപ്പോൾ ആ സമയത്ത് നമുക്ക് ഇച്ചിരി കളർ ഉണ്ടാവും. പൊളിഞ്ഞു പോകുമ്പോൾ ഇച്ചിരി കളർ കുറയും. അത് കഴിഞ്ഞ് ഫസ്റ്റ് ലെയർ സ്കിന്ന് വീണ്ടും റിക്കവറായിട്ട് വരും. ആ റിക്കവറായിട്ട് വരുന്ന സ്കിന്ന് അതിൻ്റെ അടിയിൽ കിടക്കുന്ന സെല്ലിൽ ഇങ്ക് പിന്നെയും കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് വരും. ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി കളർ വരും. അത് ഫസ്റ്റ് ലെയർ
സ്കിന്ന് പിന്നെ കയറി വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് മുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനം ശരിക്കും ഉള്ളിലായി പോവാണ്, കവറായി പോവാണ്. Tall buildings as the chemicals that take us higher. The night's young and it's just begun as she puts her hand അതിന്റെ ഇടയ്ക്ക് ഒരു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഏകദേശം ഇപ്പൊ ഒരു 3-3.5 മണിക്കൂർ കൂടുതലായിട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇൻസ്റ്റാഗ്രാമില് വർക്കും കിടക്കണ്ടേ, ഞാൻ അത് പറയാൻ പറഞ്ഞേ. ഇപ്പൊ ഗോത്ര ടാറ്റൂസ് സ്റ്റുഡിയോ എന്ന് കൊടുത്താൽ അതിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ടല്ല, വർക്കിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി നോക്കുക. അപ്പൊ ശ്രീരാജിന്റെ എല്ലാ വർക്കും കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ അല്ല, പക്ഷേ ഇതിലുള്ളത് ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുത്തല്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഫോം ഇടാണ്. കളർ ടോണും കിടന്നിട്ടുണ്ട്, ഒരു റെഡ് കളർ ടോണും കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. വൈറ്റും കൊടുത്തായിരുന്നു, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റും കൊടുത്തായിരുന്നു. ഫിനിഷിങ് ആയിരിക്കും മറ്റേതായിരുന്നു. അടിപൊളി. അടിപൊളിയല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നല്ല നമ്മളെന്തായാലും കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കണം. കുറെ കളക്ടറോടെ കൊടുക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ താങ്ക്സ് ഉണ്ട് ശ്രീരാജ്. അപ്പൊ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഇത് കണ്ടാ മതി നിങ്ങൾ. ഇങ്ങോട്ട് കൊണ്ടു കുറച്ചും കൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് കാണിച്ചു. അതാ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് കൊടുത്ത ഐഡിയക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്തേക്കണം. അപ്പൊ ഞാൻ പറഞ്ഞാൽ മതി ശ്രീരാജിനെ കോൺടാക്ട് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം, അതിലെല്ലാ വർക്കുകളും കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയും കാണാം, ഇനി വർക്ക് ഇനിയും വരും. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.